നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മോള് കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് ആണ്. ജഡ്ജ്മെന്റ് എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്താണോ യൂണിവേഴ്സിലോട്ട് കൊടുക്കുന്നതെന്ന്, നിങ്ങൾ എന്താണോ, അതായത് നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങളുടെ ഇമോഷൻസ് എന്താണോ നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങൾ യൂണിവേഴ്സിലോട്ട് കൊടുക്കുന്നത്, അതാണ് നിങ്ങളിലോട്ട് തിരികെ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾ കൊടുക്കുന്ന നെഗറ്റീവ് തോട്ട്സ് ആണെങ്കിൽ, റിലേഷനെ കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ തിരികെ വരില്ല എന്നുള്ള ചിന്തയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് തിരികെ മാനിഫെസ്റ്റ് ആയി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ തോട്ട്, നിങ്ങളുടെ ഇമോഷൻസ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. നിങ്ങൾ നെഗറ്റീവ് തോട്ട്സ് കൊടുക്കാതിരിക്കുക, പരമാവധി പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ റിലേഷനിൽ എന്തെങ്കിലും ഇഷ്യൂസിലൂടെയാണ് കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഇഷ്യൂസിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ നിരന്തരമായിട്ട് ചിന്തിക്കാതെ മുന്നോട്ട് ഇത് പരിഹരിക്കപ്പെടുന്നതായിട്ടും നിങ്ങൾ പേഴ്സൺ തിരികെ വരുന്നതായിട്ടും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ കൂടുതൽ മനോഹരമാവുന്നതായിട്ടും വേണം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ, മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് റിലേഷനിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് വരിക എന്നുള്ളതാണ് കാണിക്കുന്നത്. 7 of Cups എനർജിയാണ് ഇവിടെ. ഈ ഒരു റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ കൺഫ്യൂസ്ഡ് ആണെന്ന് കാണിക്കുന്നത്. കാരണം അവരുടെ മുൻപിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് സാധ്യതകളുണ്ട്. ചിലപ്പോൾ നല്ല കരിയർ ഉണ്ടായിരിക്കാം, നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അവർക്കുണ്ടായിരിക്കാം. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ ഒരുപാട് പ്രയോറിറ്റി, അതായത് ഫാമിലി ആയിരിക്കാം, അതല്ലെങ്കിൽ ഫ്രണ്ട്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അവർ ഈ റിലേഷന് കൊടുക്കുന്ന സമയം, അല്ലെങ്കിൽ അവർ ഈ റിലേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയം വളരെ കുറവായിരിക്കും. അവർ നിങ്ങൾക്ക് തരുന്ന ഒരു പ്രയോറിറ്റി കുറവായിരിക്കും എന്നുള്ളതാണ്. ആ ഒരു അവരുടെ ലൈഫിൽ ഇപ്പോഴുള്ള എല്ലാ കാര്യങ്ങൾക്കും സമയം കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങളുടെ റിലേഷനെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രീതിയിലോട്ട് ഈ റിലേഷൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിലെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള, അവർക്ക് എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണ്, അവർക്ക് ചിലപ്പം കരിയർ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം, അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പാരൻസ് ആയിരിക്കാം. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ചുറ്റിനുള്ള ആളുകൾക്ക് നിങ്ങളും പ്രയോറിറ്റി കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആവാൻ വേണ്ടി പറ്റുക. എപ്പോഴും നിങ്ങളുടെ എനർജി അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നാൽ അവർ ഹാപ്പി ആയിരിക്കും. അവർ ഹാപ്പി ആയിരിക്കുമ്പോൾ അവർ അവരുടെ ലൈഫിലെ മറ്റു കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യാനുള്ള ഒരു ചാൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും അവരെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എനർജി അങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ ഉള്ള ഒരു ചാൻസ് ഉണ്ടാവില്ല. ആ സമയം നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലോട്ട് ഇൻവോൾവ് ആയി നിന്ന് ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യും, നിങ്ങളിലേക്ക് വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി സമയം തരണം എന്ന് അവർ ആഗ്രഹിക്കും. അങ്ങനെയുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇതുപോലെ 2 of Pentacles എനർജിയാണ്. ഇവിടെ കൺഫ്യൂഷനാണ്. ഈ റിലേഷൻ തന്നെ ചൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. ചിലപ്പം ഈ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ളവരുടെ എതിർപ്പൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇത് വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അവർക്കുണ്ട് എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. ദ സ്റ്റാർ കാർഡാണ്. നിങ്ങൾ യൂണിവേഴ്സിൽ ആ ഒരു വിശ്വാസം അർപ്പിക്കുക. അതായത് നിങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ റിലേഷൻ ഇപ്പം നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളതാണെങ്കിൽ അത് എന്നിലോട്ട് തിരികെ വരട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക എല്ലാ കാര്യങ്ങളും. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എന്തായാലും യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് മാച്ച് ആവുന്ന കണക്ഷൻ തന്നെ നിങ്ങളുടെ ലൈഫിലോട്ട് വരുള്ളൂ. അതല്ല നിങ്ങളിൽ നിന്ന് വിട്ടുപോകേണ്ട കണക്ഷൻ ആണെങ്കിൽ അത് ഉറപ്പായിട്ട് നിങ്ങളിൽ നിന്ന് പോയിരിക്കും. ചിലപ്പോൾ ആ ഒരു റിലേഷനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ്, ബെറ്റർ ആയിട്ടുള്ള ഒരു റിലേഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ വേണ്ടിയായിരിക്കും ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോകുന്നുണ്ടാവുക. അപ്പോൾ ഇത് തന്നെ എനിക്ക് വേണം. ചിലപ്പോൾ അതൊരു മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഒരു കാർമിക് റിലേഷൻ ആയിരിക്കും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, നിങ്ങളുടെ ലൈഫിനെ താഴോട്ട് വലിക്കുന്ന റിലേഷൻ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും യൂണിവേഴ്സ് ആയിട്ട് തന്നെ അത് നിങ്ങളിൽ നിന്ന് അകറ്റുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ അതിലോട്ട് തന്നെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുമ്പം നിങ്ങളിലേക്ക് ഇനി പുതിയൊരു കണക്ഷൻ വരാനുണ്ടെങ്കിൽ അതുപോലും നിങ്ങൾ ഡിലേ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാവുന്നത് കേട്ടോ. 7 of Swords എനർജിയാണ്.
നിങ്ങളുടെ ലൈഫിൽ പഴയ കാര്യങ്ങൾ, അതായത് ഈ റിലേഷനിൽ നടന്നിട്ടുള്ള പഴയ വിഷയങ്ങൾ, പ്രശ്നങ്ങൾ, അതൊക്കെ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാതിരിക്കുക, അല്ലെങ്കിൽ അതിലോട്ടൊക്കെ ഫോക്കസ്ഡ് ആവാതിരിക്കുക എന്നുള്ളതാണ്. കാരണം അങ്ങനെ നിങ്ങൾ പഴയ പ്രശ്നങ്ങളിലോട്ട് ഫോക്കസ്ഡ് ആകുമ്പോൾ ലൈഫിൽ മുന്നോട്ട് വരുന്നതും പ്രശ്നങ്ങളായിരിക്കും. നെഗറ്റിവിറ്റിയിലോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ ആ ഒരു നെഗറ്റിവിറ്റി തന്നെയാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അത് ചെയ്യാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ റിലേഷൻ ഉണ്ടായി കഴിഞ്ഞു പോയ പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ എത്രമാത്രം സന്തോഷത്തിലായിരുന്നു ആ റിലേഷൻ ഉണ്ടായിരുന്നത് എന്നുള്ള പോസിറ്റീവ് കാര്യങ്ങളോട്ട് നിങ്ങൾ ഫോക്കസ്ഡ് ആവാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ. ദ ടവർ മൊമെന്റ് ആണ്. ചിലർക്ക് ഈ റിലേഷൻ ഇതോടുകൂടി എൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ചിലർക്ക് ഈ റിലേഷൻ ഇവിടെ നിങ്ങൾ തമ്മിലൊരു എൻഡിങ്ങിൽ നിൽക്കുന്ന റിലേഷൻ ആയിരിക്കാം. പ്രശ്നങ്ങൾ വന്ന് നിങ്ങൾ പരസ്പരം അകന്ന് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ മാനസികമായിട്ടൊരു ഒരുപാട് സമ്മർദ്ദത്തിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും തകർന്നടിഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് കാണിക്കുന്നുണ്ട്. 8 ഓഫ് കപ്സ് എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് ഇവിടെ ഇതിൽ ഒരു കാര്യവും വർക്കായി വരുന്നില്ല എന്നുള്ളതിന്റെ വിഷമത്തിൽ ഇതിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. കാരണം ഇത് തകർന്നു, ഇനി ഇതിൽ എനിക്കൊരു ഫ്യൂച്ചർ ഇല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ മാറി നിൽക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഇവിടെ ഈ ഒരു റിലേഷനിൽ ഒരു നിങ്ങളിൽ നിന്ന് അകന്ന് പോകുന്ന ഒരു എനർജി തന്നെയാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക, നിങ്ങൾ സറണ്ടർ ചെയ്യുക. നിങ്ങൾക്ക് ഈ റിലേഷൻ നിങ്ങൾക്ക് ആപ്റ്റ് ആണെങ്കിൽ മാത്രം തിരികെ വരട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ യൂണിവേഴ്സിന് വിട്ടുകൊടുത്ത് നിങ്ങൾ മാറി നിൽക്കുക. നിങ്ങളുടേതായിട്ടുള്ള കരിയർ ഗ്രോത്തിലോട്ട്, ഫിനാൻഷ്യൽ ഗ്രോത്തിലോട്ട്, അങ്ങനെ നിങ്ങളുടെ സന്തോഷങ്ങളിലോട്ട് നിങ്ങൾ വീണ്ടും ഫോക്കസ്ഡ് ആവാം. ഈ പേഴ്സൺ ഇല്ലാതിരുന്നപ്പോൾ നിങ്ങൾ എത്രമാത്രം ഹാപ്പി ആയിരുന്നോ ആ ഒരു ഹാപ്പി ലൈഫിലോട്ട് നിങ്ങൾ തിരിച്ചു വരിക എന്നുള്ളതാണ്. ഇവർ വന്നിട്ടിപ്പം 1-2 വർഷമോ ഇനിയിപ്പം കൂടുതലായാൽ ഒരു 5 വർഷമൊക്കെ ആയിരിക്കാം ഉണ്ടാവുക. അതിലും കൂടുതൽ ഇപ്പം 7 വർഷം 5 വർഷമൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഈ പേഴ്സൺ നിന്നിട്ടുണ്ടെങ്കിലും ഇതിനു മുൻപ് നിങ്ങൾ എന്നുള്ള വ്യക്തി ഹാപ്പി ആയിട്ട് തന്നെ ആയിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക. ഇവർ വരുന്നതിന് മുൻപ് നിങ്ങൾ സങ്കടപ്പെട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളൊന്നും ആയിക്കോളന്നില്ല. നിങ്ങളുടെ ലൈഫിൽ ആ സമയത്ത് നിങ്ങൾ ജീവിച്ചിട്ടുണ്ട്, ആ സമയത്ത് നിങ്ങളിൽ സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ സന്തോഷങ്ങളിലോട്ട് തന്നെ നിങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് ആപ്റ്റ് ആവുന്നുണ്ടെങ്കിൽ, മാച്ച് ആവുന്നുണ്ടെങ്കിൽ റീഡിങ് എടുക്കുക. എല്ലാവർക്കും ഇത് ചിലപ്പോൾ മാച്ച് ആയിക്കൊള്ളുന്നില്ല. നിങ്ങൾക്ക് അത്രയും ആക്യുറേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നവർ മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മെസ്സേജ് കാർഡ് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ. അൺവേർത്തി എന്നാണ് കാണിക്കുന്നത്. അവർ നിങ്ങൾക്ക് വേർത്തല്ല എന്നുള്ളൊരു ചിന്തയാണ് അവർക്കുള്ളത്. നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല അവർ എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഡിസഗ്രിമെന്റ്സ് എന്നാണ് കാണിക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ റിലേഷനെ ഡാമേജിലോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് കേട്ടോ. രണ്ടുപേരും ഒരേ വേവ് ലെങ്ത്തിലോട്ട് വരുന്നില്ല. ചില സമയത്ത് നിങ്ങൾ പറയുന്നത് നെഗറ്റീവായിട്ട് നിങ്ങളെ പേഴ്സൺ എടുക്കുന്നു, നിങ്ങളെ പേഴ്സൺ പറയുന്നത് നിങ്ങൾ എടുക്കുന്നു. അങ്ങനെ രണ്ടുപേരും തമ്മിൽ ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ് ഈ റിലേഷനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. സെപ്റ്റംബർ, ലെറ്റർ ജെ, തിരുവോണം, ആയില്യം, ഫെബ്രുവരി, മെയ്, കോട്ടയം, ലെറ്റർ എം, മാർച്ച്, പാലക്കാട്, കോഴിക്കോട്, 1985, ഏപ്രിൽ, ജനുവരി, ചോതി, കൊല്ലം, 1999. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എന്നും ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അത് ആദ്യം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എന്നും ഒരേ എനർജി തന്നെ ആയിക്കോളന്നില്ല. ആ എനർജിയിൽ വ്യത്യാസങ്ങൾ വരും. കാരണം ഒരുപാട് ആളുകൾ കാണുന്ന ഒരു റീഡിംഗ് ആയതുകൊണ്ട് തന്നെ, ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എന്നും ഒരേ എനർജി ആയിരിക്കില്ല. ഓരോ ദിവസവും എനർജി മാറും. അത് നിങ്ങൾ മനസ്സിലാക്കി മാത്രം റീഡിംഗ് കാണുക, അത് ആക്സെപ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക്